ഹായ് ഗൈസ്, എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ സ്പെഷ്യലി വളരെ രുചികരമായിട്ടും എളുപ്പത്തിലുമായിട്ടുള്ള തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സോയ ഫ്രൈ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ കുട്ടികളെ ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് രാവിലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൂപ്പർ ഐറ്റാണ്. അപ്പോൾ ശരി, ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. നമ്മുടെ ഈ സോയ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പോളം സോയ ചങ്ക്സ് ഞാൻ വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ തിളച്ച വെള്ളത്തിലാണ് ഇട്ടെടുക്കുന്നത്. ഒരു 15 മിനിറ്റോളം ഇട്ട് വെച്ചതാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മളെ ഇപ്പം തന്നെ കുറച്ച് ഉപ്പ് പിടിച്ചിട്ടുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നന്നായിട്ട് ഇതാ ഒരു സോഫ്റ്റ് രൂപത്തിലായിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കാം. ഒരു 3 വട്ടമൊക്കെ പിഴിഞ്ഞെടുക്കാം കേട്ടോ. ചിലവർക്ക് ഇതിൻ്റെ സ്മെല്ല് അത്ര ഇഷ്ടം ഉണ്ടായിരിക്കില്ല. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ നമുക്ക് ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടും. ഇതാ 2-3 വട്ടം ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. അത് പച്ചവെള്ളത്തിലാണ് പിഴിഞ്ഞെടുക്കേണ്ടത്. അതിനുശേഷം ഇതാ ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് മസാല ഉണ്ടാക്കാനുണ്ട്. 1 സ്പൂണോളം മൈദപ്പൊടിയും, 1/2 സ്പൂണോളം കോൺഫ്ലവറും, അതുപോലെ 1/2 സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും, പിന്നെ 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും, 1/4 സ്പൂണോളം ഗരം മസാലയും, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഫുഡ് കളറിൽ കുറച്ച് വിനാഗിരിയും കൂടിയും മിക്സ് ആക്കിയതാണ്. ഇനി നന്നായി നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതുപോലെ തന്നെ കുറച്ചൊരു വെള്ളം കൂടിയും 1 സ്പൂൺ 2 സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്നൊരു ബാറ്ററാക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മുടെ സോയ ചങ്ക്സിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ സോയ ചങ്ക്സൊക്കെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനും വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതാ അപ്പം തന്നെ എടുത്തിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ കൂടുതൽ നേരം ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ രാവിലെയൊക്കെ നമ്മൾ തിരക്ക് പിടിച്ച സമയങ്ങളിലായിരിക്കും. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒരു മസാല ആക്കി എടുത്ത് കൊടുത്താൽ നമുക്ക് കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും കേട്ടോ. ഇനി ഒരു പാൻ വെക്കുക, അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. അപ്പോൾ ഏത് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക്. ഇപ്പോൾ വെളിച്ചെണ്ണ ആയാലോ സൺഫ്ലവറോ സാധാ പാം ഓയിലോ എന്താണെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറേ ഓയിൽ ഒഴിച്ചെടുത്തിട്ടൊന്നും ഇട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സോയ ചങ്ക്സിൽ പെട്ടെന്ന് തന്നെ എണ്ണ പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് മുഴുവനായിട്ടൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഒരു 30 സെക്കൻഡോളം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ നമ്മൾ തവി വെച്ചിട്ടൊന്നും ഇളക്കി കൊടുക്കരുത്. അതുപോലെ തന്നെ ഈസി ആയിട്ട് ഒരു 5 മിനിറ്റോടെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു സൈഡൊക്കെ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 5 മിനിറ്റ് ആയതിനു ശേഷം ഇതാ നമ്മൾ അടിപൊളി ഇതാ നമ്മളെ സോയ ഫ്രൈ സൂപ്പർ ടേസ്റ്റിൽ ഇതാ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നന്നായിട്ട് കണ്ടോ, കഴിക്കാനൊക്കെ തോന്നും. അതുപോലെ കുട്ടികൾക്ക് ഇതാ കൊടുത്തയക്കാം. വൈകുന്നേരമൊക്കെ ചായക്കൊപ്പമോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും സൈഡായി എടുക്കുന്ന നല്ലൊരു സോയ ഫ്രൈ ആണ്. പുറമൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ടും അതുപോലെ അകത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇനി ആർക്കെങ്കിലും നാരങ്ങ നീരൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ പിഴിഞ്ഞിട്ട് മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഉറപ്പായി നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ അറിയിക്കാം. അതുപോലെ ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടിപൊളി റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.